അത് നമ്മുടെ CS ബാച്ചാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ തങ്ങിയ ഈ മനോഹരമായ റിസോർട്ട്. ഇവിടെ അവശേഷിക്കുന്ന മറ്റു ചെറുപ്പക്കാരെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി അരവിന്ദൻ, ശ്രീഹരി, ദീപ്, അരുൺമുരളി. ഇനി ഒരുത്തനുള്ളത് എവിടെ? കക്കൂസിൽ. അതാണ് സുദർശൻ. സുദർശൻ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ വാള് വെച്ചതിന്റെ കേട്ട് ഇതുവരെ സുദർശൻ വിട്ടിട്ടില്ല. എന്താണ് നായ വിധി 24 വയസ്സ് മൂലമെടുത്തതോ? ഈ വീഡിയോ കമ്പ്യൂട്ടർ കാണിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. എന്നെ പരിചയപ്പെടുന്നില്ലേ? ഞാൻ ഡയറക്ടർ കമ്പോസ്റ്റർ. ഓക്കെ, ഇനി പറയാനുള്ള ചളവൊക്കെ ഒന്നിച്ച് പറഞ്ഞോളൂ. ഇവിടെ ഇങ്ങോട്ടുള്ള വ്യൂ. ഏത് വ്യൂ ആണ് മിസ്റ്റർ അരവിന്ദൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റിസോർട്ടിന്റെ മനോഹരമായ ലൊക്കേഷൻ. അതെ, വെള്ളം, കടൽ, വെള്ളം. അവിടെയാണ് ശ്രീഹരി വാള് വെച്ചത്. ശ്രീഹരി വാള് വെച്ച സ്ഥലം. വരൂ നമുക്ക് ശ്രീഹരി വാള് വെച്ചത് എവിടെയാണെന്ന് കാണാം. ഇതാണ് ഈ വാൾ. ഇത് വെറും വാളല്ല, WALL വാൾ. ഈ വാളിൽ ഇങ്ങനെ ഈ ഷെയറിലിരുന്ന് പിന്നെ അതിനുശേഷം ഈ വാളിൽ കയറിയിരിക്കുകയും അതിനെ തുടർന്ന് ഈ കാണുന്ന പുൽമേടുകളിലേക്ക് ശ്രീഹരി വാള് വെക്കുകയും ചെയ്തു. കലിപ്പ് വാള് വെച്ച സ്ഥലം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ പോകുന്നത് വളരെ നിഗൂഢമായ ഒരു സ്ഥലത്തേക്കാണ്. ഈ പരിസരത്താണ് കലിപ്പ് വാള് വെച്ചത്. അതായത് ആ കാണുന്ന ടെറസിൽ നിന്നും താഴേക്ക് ഇവിടെ ഇരുന്ന ഈ ബൈക്കിൻ കൂട്ടങ്ങൾ കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബൈക്കിന് മുകളിലേക്കാണ് കലിപ്പ് വാള് വെച്ചത്. ഇനി ഒരാളെ വാളിച്ചല്ലോ, സുദർശൻ വാള് വെച്ചത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നീക്കൊണ്ടിരിക്കുന്നത്. ഈ കാണപ്പെടുന്ന ഈ നിരത്ത്, അതെ, ഇവിടെ തന്നെയാണ് സുദർശൻ മാറ്റിയത്. കുട്ടും അരവിന്ദും കൂടിയാണ്. സ്വന്തം കൈകളെ കോരിയെടുത്ത് അവൻ കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അതെ, ഈ കിടക്കയിൽ ഈ തലയിണയിൽ തലവെച്ച് കിടന്ന സുദർശൻ അതിനുശേഷം വാളവിക്കണമെന്ന് തോന്നിയപ്പോൾ വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നിലത്തേക്ക് എന്ന് വയ്ക്കുകയായിരുന്നു. ഇങ്ങനെ അതിന്റെ തുടർന്ന് സ്റ്റാപ്പല്ലേ കൺക്ലൂഷൻ. റൂംസ് എല്ലാം കണ്ടല്ലോ അല്ലേ? കണ്ടുല്ലേ? മൂന്നുപേരുടെ വാളിന്റെ സ്ഥലമൊക്കെ എല്ലാവരെയും കലത്തിന്റെ വേണ്ട സ്ഥലം ആ വാളിന്റെ വാളിന്റെ എന്തെങ്കിലും ബാക്കിപത്രം ഉണ്ടോ ഏതെങ്കിലും ബൈക്കുകളിൽ? ശ്രീഹരിയുടെ നഖത്ത് നോക്കിയാൽ ശ്രീഹരിയുടെ നഖത്തിലുണ്ട്. അവൻ നഖമൊക്കെ കൊണ്ട് ചൊരണ്ടിയാണ് വാൾ ഇളക്കി സ്വന്തം ബൈക്കിൽ നിന്ന്. അതെ, ആ കാണുന്ന ഇത് സൂം ചെയ്യാൻ പറ്റില്ലേ? സൂം ആവുന്നില്ല. ഞെക്കിക്കൊണ്ടിരി ഇല്ല, മനസ്സിലായി. സൂം ഫംഗ്ഷൻ ഇല്ലാത്ത മനസ്സിലായി. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ നല്ല ചോദ്യമാണ് നീ ചോദിക്കുന്നത്. ആ കാണുന്ന നീല ബൈക്ക് ശ്രീഹരിയുടേതാകുന്നു. സോറി, ഈ കറുത്ത ബൈക്ക് ശ്രീഹരിയുടേതാകുന്നു. അതിന്റെ ഹാൻഡിലിൽ പറ്റിയിരുന്ന കലിപ്പിന്റെ വാൾ നഖം കൊണ്ട് ചുരുണ്ടി ഇളക്കി. എന്നിട്ട് അതിന്റെ പേരിൽ വാള് വയ്ക്കുന്ന പോലെ കുറെ നേരം കൊലച്ചോലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ. അതെ, ആ ശ്രീഹരി ഇപ്പോൾ തൂറാൻ പോയിരിക്കണല്ലേ? ശ്രീഹരി അകത്തുനിന്ന് ശബ്ദം കേട്ടു. ഫ്ലഷ് ചെയ്യുന്ന ശബ്ദം. ഇറങ്ങി വാ. ഇപ്പം നോക്കാം ശ്രീഹരി വരുന്നത്. ഉണ്ടല്ലോ